മിശിഹായിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. നോമ്പുകാലം ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെടാനായിട്ടുള്ള കാലഘട്ടമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കണം. ദൈവം നൽകിയ കൽപ്പനകളുടെ രത്നച്ചുരുക്കം ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരണം എന്നുള്ളതാണ്. ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് സേവനം ചെയ്ത ഇടവകയിൽ അവിടെ വേദപാഠ അധ്യാപകരുടെ ഒരു മീറ്റിംഗ് കൂടുകയായിരുന്നു. മീറ്റിങ്ങിൽ ഞാൻ ഓരോ അധ്യാപകരോടും ചോദിച്ചു, നോമ്പുകാലത്ത് നിങ്ങൾ അനുഷ്ഠിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ എന്തെല്ലാമാണ്? ഓരോ ടീച്ചേഴ്സും അവർ ചെയ്യുന്ന പരിത്യാഗ പ്രവൃത്തികളെപ്പറ്റി എടുത്തെടുത്ത് പറയുകയുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരധ്യാപകൻ പറഞ്ഞു, നോമ്പുകാലത്ത് ഞാൻ ഇറച്ചി കഴിക്കില്ല, മീൻ കഴിക്കില്ല, മധുരം ഉപയോഗിക്കില്ല, TV കാണൂല, എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകും, കുടുംബ പ്രാർത്ഥനയ്ക്ക് അണയും, എല്ലാ ദിവസവും പ്രഭാതത്തിൽ മലയാറ്റൂർ മല കയറും. ആ അധ്യാപകൻ അത് പറഞ്ഞപ്പോൾ വലിയ മതിപ്പോടെയാണ് ഞാനന്ന് പള്ളിമേടയിലേക്ക് തിരിച്ചു പോയത്. ആ ദിവസങ്ങളിൽ വീട് വെഞ്ചരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ വീട് വെഞ്ചരിപ്പിന് ഞാൻ പോയി. ഈ നന്നായിട്ട് നോമ്പനുഷ്ഠിക്കുന്ന അധ്യാപകൻ്റെ വീട്ടിലെത്തി. വീട് വെഞ്ചരിപ്പ് നടന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആ വീട്ടിൽ 2 അടുപ്പുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും അവർ വേറൊരു അടുപ്പ്, അതുപോലെ ഈ അധ്യാപകനും ഭാര്യയും കുടുംബാംഗങ്ങളും വേറൊരു അടുപ്പ്. അപ്പോൾ 2 സ്ഥലത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുന്നു. ഞാൻ അവരുടെ മാതാപിതാക്കന്മാരോട് ചോദിച്ചു, ഈ അധ്യാപകൻ ഭക്ഷണമൊന്നും തരൂലേ? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ കണ്ടില്ലേ 2 അടുപ്പ്, ഭക്ഷണമൊന്നും തരാറില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് പ്രായാധിക്യത്തിലും ഭക്ഷണമുണ്ടാക്കി ഭക്ഷിക്കുകയാണ്. എനിക്ക് വലിയ വിഷമം തോന്നി. നോമ്പ് എല്ലാം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും, മലയാറ്റൂർ മല കയറുന്നുണ്ടെങ്കിലും ഈ നോമ്പിൻ്റെ ചൈതന്യം ആ അധ്യാപകന് പിടുത്തം കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമമായി. നോമ്പിൻ്റെ ചൈതന്യമാണ് പ്രധാനപ്പെട്ടത്. ഭക്ഷണ പദാർത്ഥങ്ങൾ പരിവർജിക്കുന്നത് വളരെ നല്ല കാര്യം. ഒരു സ്വയം നിഗ്രഹത്തിന്, നമ്മുടെ ആശകളെ, ആഗ്രഹങ്ങളെ, അതിനെ നമുക്ക് ബലി കഴിക്കാൻ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ നോമ്പ് നല്ലതാണ്. പക്ഷേ അതിൻ്റെ ആന്തരികാർത്ഥം ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരണം എന്നുള്ളതാണ്. പരസ്നേഹത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ദൈവസ്നേഹത്തിൽ വളരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് വ്യർത്ഥമായിട്ട് തീരുകയാണ്. ഈശോയുടെ പാടുപീഡകളെപ്പറ്റി ധ്യാനിക്കാൻ, ഈശോയുടെ സ്നേഹത്തിൽ വളരാൻ, അവിടുന്ന് ഉയർത്തിപ്പിടിച്ച സത്യവും നീതിയും എവിടെയും ഉയർത്തിപ്പിടിക്കാൻ നമുക്കാകണം. അതുപോലെ തന്നെ നമ്മുടെ സഹോദരീ സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അർത്ഥപൂർണമാവുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.